നമസ്കാരം. PM ശ്രീ അറബിക്കടലിൽ എറിയാൻ നമ്മുടെ നാട് നിയോഗിച്ച വി ഡി സതീശൻ സർക്കാർ ഒടുക്കെ എന്തു ചെയ്തു? എന്താ അതന്നെ അറബിക്കടലിൽ എറിഞ്ഞോ? ഇതാ കേട്ടോ. കഴിഞ്ഞ ഗവൺമെന്റ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ കേരള ഗവൺമെന്റ് അതിൽ പങ്കാളിയാണ്. എന്നിട്ട് 99 കോടി രൂപയിലധികം അവിടെ നിന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാങ്ങിച്ചിട്ടുണ്ട്. എങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്? തടഞ്ഞു വെച്ച പണം തന്നിട്ടുണ്ട്. ഓഹോ, എന്നിട്ട് ഇത് നടപ്പാക്കുന്ന സ്കൂളുകൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെന്റ് നൽകണം എന്നതാണ്. അപ്പൊ PM ശ്രീ നടപ്പാക്കാൻ തീരുമാനിച്ചു എന്നർത്ഥം. എന്നിട്ടോ? അപ്പൊ ഒരു കാരണവശാലും കരിക്കുലം സ്വാതന്ത്ര്യത്തിൽ, അത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ, സംസ്ഥാന സർക്കാരിനുള്ള സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. ഇതിപ്പോ കടലിലെറിയാൻ വേണ്ടിയിട്ട് PM ശ്രീ എടുത്ത് കയ്യിൽ വെച്ചിട്ട് സർക്കാരും അതിനൊപ്പം ചാടുകയാണല്ലോ. അതായത് PM ശ്രീ നടപ്പാക്കുകയാണെന്നാണ് മൂപ്പര് പറയുന്നത്. PM ശ്രീ പദ്ധതിയിലെ ഒരിക്കലും UDF അധികാരത്തിൽ വന്ന നടപ്പാക്കിയതാണ് രാഷ്ട്രീയപരമായി പറയാം. പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടിക്ക് പറഞ്ഞത് ഒരു കാലത്ത് നടപ്പാക്കില്ലെന്നാണ്. മാത്രമല്ല ദേശീയ വിദ്യാഭ്യാസ നയം അല്ല, ചോദിച്ചു ഒരു ചോദ്യം ചോദിക്കും. ചോദ്യമല്ലേ ഇപ്പൊ റിപ്പോർട്ടർമാർ ചോദിക്കുന്നത്? ചോദിക്കും മുമ്പേ ഇതെന്താ മൂപ്പര് ഇങ്ങനെ ഇതാ ചോദിക്കുന്നത്? പാഠ്യപദ്ധതി പരിഷ്കരണം മാത്രമല്ല, മറ്റു പല കാര്യങ്ങളൊക്കെ. അല്ല, അത് എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമെന്നേ അല്ലേ ഞാൻ പറഞ്ഞത്? അതല്ലല്ലോ പറഞ്ഞത്, നടപ്പാക്കുന്നതിനുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞത്. ഇപ്പൊ ഗവൺമെന്റ് അതിൽ പങ്കാളിയാണ്. സംസ്ഥാന സർക്കാർ PM ശ്രീ പദ്ധതിയിൽ പങ്കാളിയാണ്. അങ്ങനെ അങ്ങ് തടിയാഴ്ചലാക്കല്ലേ. അവരെ MOU ഒപ്പിട്ടു, ശരി തന്നെ. അത് കത്ത് കൊടുത്ത് മരവിപ്പിച്ചു, അതല്ലേ സത്യം? മരവിപ്പിച്ചെന്ന് പറയുന്ന തീരുമാനം എന്താ? ഇത് എന്നു മുതലെടുത്ത തീരുമാനങ്ങളാണിത്. മുഴുവൻ തീരുമാനങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ടല്ലോ. ഇതെല്ലാം നേരത്തെ തന്നെ തീരുമാനിച്ച് എടുത്തിരിക്കുന്ന കാര്യങ്ങളല്ലേ. ഇവിടുത്തെ ഫിനാൻസിന്റെ അനുമതിയോടുകൂടി എല്ലാ തീരുമാനങ്ങളും എടുത്തുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഗവൺമെന്റാണ് ഒപ്പുവെച്ചത്, ഞങ്ങളെല്ലാം ഒപ്പുവെച്ചത്. എന്താ മൂപ്പരിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന ഫയലില്? എല്ലാവരോടും ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ മറുപടി പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ PM ശ്രീ നടപ്പാക്കണം, അതിനല്ലേ? അല്ല, നമ്മളിപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. നമ്മൾ ഗവൺമെന്റ് സൈൻ ചെയ്തു പണം വാങ്ങിച്ചു കഴിഞ്ഞു. അതുകൊണ്ടുകൂടിയാണല്ലോ അവരെ ജനം ശിക്ഷിച്ചത്. നിങ്ങൾ അതൊക്കെ കറക്റ്റ് ചെയ്യുന്നു പറഞ്ഞ് നിങ്ങളെ തെരഞ്ഞെടുത്തു ആൾക്കാർ. എന്നിട്ടിപ്പം ഇത് എന്ത് ചതിയാണ്? അല്ല, ഞാൻ സംസാരിക്കുമ്പോൾ വീണ്ടും ചോദിക്കല്ലേ അങ്ങ്? ഞാൻ മറുപടി പറയട്ടെ. നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം? ഞങ്ങൾ എങ്ങനെയും അവരുമായി ഡീലിൽ പോയാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന്? എങ്ങനെയുണ്ട്? അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ വന്നിട്ട് അതെടുത്ത് നാട്ടുകാരുടെ നെഞ്ചോട്ടോട്ടാണല്ലോ ഇപ്പൊ എറിയുന്നത്. അല്ല, നിങ്ങൾ അത് തന്നെയല്ലേ ചോദിച്ചു, അതിനല്ലേ ഞാൻ മറുപടി പറയണേ? അതിനല്ലല്ലോ, പണം വാങ്ങി നോക്കിയല്ലേ പറയുന്നത്. പണം വാങ്ങിയില്ലല്ലോ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറുന്നത്? ഇടയ്ക്കിടയ്ക്ക് കയറരുത്. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം. അവിടെ ഇരിക്കുമല്ലേ? ഇരുന്നിട്ട് എന്താ കാര്യം? ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണ്ടേ? അങ്ങ് വീണ്ടും ചോദിക്കുന്നത് എന്തിനാ? ഉത്തരം കിട്ടാത്തോണ്ടല്ലേ? അങ്ങ് ചോദിച്ചത് ഞാൻ കേട്ടല്ലോ, ഞാൻ പറയാൻ അനുവദിക്കണ്ടേ? അതിന് പറയുന്ന ഉത്തരം മുഴുവൻ ചോദിക്കുന്ന ആളെ പറ്റിയും ചോദ്യത്തിന്റെ ആവർത്തനത്തെ പറ്റിയാണല്ലോ. PM ശ്രീയെ പറ്റിയല്ലേ ചോദിക്കുന്നത്, അതിനെപ്പറ്റി പറയൂ. അല്ല, നിങ്ങളെല്ലാം വീണ്ടും ചോദിക്കാൻ. ഞാൻ പറയട്ടെ മറുപടി. പറ, എന്താ മറുപടി? ഞാൻ പറഞ്ഞത് ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. അല്ല, ആയിട്ടില്ല. കേരള എഗ്രിമെന്റ് ഒപ്പുവെച്ചു. അല്ല, ആയിട്ടില്ല. അല്ലല്ലേ, പദ്ധതിയിൽ നമ്മൾ തുടരാൻ നമ്മൾ നിർബന്ധിതരാണ്. ഒപ്പുവെച്ചാൽ തന്നെ നിങ്ങൾക്ക് റദ്ദാക്കാലോ, അറബിക്കടലിൽ കയറിയാലോ. അങ്ങനെയല്ലേ വോട്ട് വാങ്ങിക്കാൻ വേണ്ടി നാട്ടുകാരോട് പറഞ്ഞത്? ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം നൈസായി നാട്ടുകാരെ പറ്റിക്കുകയാണല്ലേ. എല്ലാ സംസ്ഥാനങ്ങളും ഒപ്പുവെച്ചു. ഇതെല്ലാം നേരത്തെ അറിയുന്നതല്ലേ. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം നേരത്തെ ഒപ്പുവെച്ചു. നയപരമായി പോലും കോൺഗ്രസിന് എതിർപ്പില്ല. ഇനി ആകെ ബാക്കി തമിഴ്നാടും കേരളവുമാണ്. ഇതൊന്നുമല്ല അന്ന് നിങ്ങൾ പറഞ്ഞു. നമ്മൾ ഇതിനെ സംസ്ഥാന സർക്കാരിനെ ബാധിക്കാത്ത തരത്തിൽ വിദ്യാഭ്യാസ വിഷയത്തിൽ നമുക്കുള്ള ആ വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ, സർക്കാരിനുള്ള അവകാശങ്ങൾ ബലികഴിക്കാതെ എന്തു ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നതിന്. അപ്പോൾ PM ശ്രീ നടപ്പാക്കാനാണ് പരിപാടി. ഞങ്ങൾ വിവിധ സംസ്ഥാനങ്ങളുമായിട്ട് കൂടി ഇതിൽ ഒപ്പുവെച്ച BJP ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായിട്ട് കൂടി സംസാരിച്ചു. അതൊക്കെ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ചെയ്യായിരുന്നല്ലേ അന്ന് അവർ ഒപ്പുവെക്കുമ്പോൾ? അവരെന്താ പറഞ്ഞിരുന്നത്? അവര് ഒരു കാരണവശാലും ഒപ്പുവെക്കില്ല എന്നാണ് തുടർച്ചയായിട്ട് പറഞ്ഞിരുന്നത്. ഒപ്പുവെക്കില്ല. അതെ, കേന്ദ്ര BJP സർക്കാർ പല വിഹിതങ്ങളും തടഞ്ഞു വെച്ചു. വർഷങ്ങളായി തടഞ്ഞു വെക്കുകയാണ്. ഒടുക്കം അവർക്ക് ഒപ്പുവെക്കേണ്ടി വന്നു മുൻ സർക്കാരിന്, മറ്റു പല സംസ്ഥാനങ്ങളെയും പോലെ. അന്ന് നിങ്ങൾ എതിർത്തു, സംഘപരിവാറിന് കീഴടങ്ങി എന്ന് പറഞ്ഞു, സംഘി പിണറായി എന്ന് വിളിച്ചു. ഞങ്ങൾ എന്തിനാ എതിർത്തത്? നിങ്ങൾ അന്നത്തെ എന്റെ മറുപടി കേട്ടു നോക്ക്. എന്തായിരുന്നു മറുപടി? ഒപ്പുവെക്കില്ല എന്ന് പറഞ്ഞിട്ട് മന്ത്രിസഭാ അംഗങ്ങളെ പോലും ഇരുട്ടിൽ നിർത്തി ഇവർ പോയി ഒപ്പുവെച്ചു. ഒപ്പ് വെക്കൂല എന്ന് പറഞ്ഞിട്ട് ഒപ്പുവെച്ചത് മാത്രമായിരുന്നു പ്രശ്നം. 1100 കോടി രൂപ കൂടി അവിടെ നിന്ന് കിട്ടാനുണ്ട് പണം. ഇപ്പൊ 106 കോടി രൂപ അനുവദിച്ചത് ഉൾപ്പെടെ 1100 ചില്ലാൻ കോടി രൂപ കിട്ടാനുണ്ട്. ഈ പണം എന്ന് പറയുന്നത് കേന്ദ്രം നൽകുന്ന ഔദാര്യമല്ലല്ലോ. സതീശൻ സാറ് തന്നെയാണോ ഈ സംസാരിക്കുന്നത്? ഇതൊക്കെ പണ്ട് പിണറായി വിജയൻ പറഞ്ഞ ഡയലോഗല്ലേ?
ആ എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന GST പകുതി കൊണ്ടുപോകുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇതൊന്നും VD സർക്കാർ വന്നേ പിന്നെ ഒന്നും അല്ലല്ലോ, നേരത്തെ ഉള്ളത് തന്നെയല്ലേ. ആ എന്നിട്ട് ബാക്കി ഇവിടെ നിന്ന് കൊടുക്കുന്ന ഇൻകം ടാക്സ് മുഴുവനായി കൊണ്ടുപോകുന്നത് കേന്ദ്ര സർക്കാരാണ്. ആ അതെ അതെ. എന്നിട്ടോ? ഒരു കാരണവശാലും ഒരു വർഗീയ അജണ്ടയോ ഒരു കമ്മ്യൂണൽ അജണ്ടയോ നടപ്പാക്കാൻ സമ്മതിക്കാതെ കരിക്കുലത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടു കൂടിയേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പൊ ചെയ്യാൻ പോവുകയാണ്. ഇനി വേറെ വിഷയം ഉണ്ടെങ്കിൽ പറയാം, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വേറെന്താ വിഷയം? ഇതന്നെ നിങ്ങൾ പറയുന്നതിലെ വലിയൊരു അസത്യമുണ്ട്. കഴിഞ്ഞ സർക്കാർ പദ്ധതി മരവിപ്പിക്കാൻ ഒരു കത്ത് കൊടുത്തിരുന്നു. ആദ്യം ഒപ്പിട്ടതിന് ശേഷം വിവാദമായപ്പോൾ ഒരു കത്ത് കൊടുത്തിരുന്നു. അങ്ങനെ ഒരു കത്ത് പോയിട്ടില്ല. പിന്മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു കത്ത് ഇവിടെ നിന്ന് പോയിട്ടില്ല. എന്നാൽ പിന്നെ ഞാൻ ആ കത്ത് കാണിച്ചു തരാം. ഇതാണ് ആ കത്ത്. വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി സഞ്ജയ് കുമാർ IASന്റെ പേരിൽ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് എഴുതിയ കത്ത്. ആ കത്തിൻ്റെ ഒടുവിൽ എഴുതിയത് കണ്ടുവാ, വായിച്ചോക്ക്. MOU ഇംപ്ലിമെൻറ്റ് ചെയ്യരുത്, ഞങ്ങളിവിടെ ഒരു ഉപസമിതിയൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. കേരള സർക്കാർ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയൊരു തീരുമാനമെടുക്കും വരെ അത് മരവിപ്പിക്കണം. ഇനി അത് കഴിഞ്ഞ് VD സർക്കാരിൽ പ്രതീക്ഷയർപ്പിച്ച് കേന്ദ്രത്തിൻ്റെ പുതിയ നിലപാടിനെ പറ്റിയുള്ള മനോരമ വാർത്ത കൂടി കണ്ടോ. ഇതാ ആ കത്ത് കൊടുത്തിട്ട് അത് മരവിക്കപ്പെട്ടു. ഇതാ ആ കത്തിന് ശേഷം മനോരമ കൊടുത്ത വാർത്തയാണ്. പുതിയ സർക്കാരിന് കത്തയച്ച് കേന്ദ്രം നടപ്പാക്കാൻ പോവാണ് എന്ന്. ഇതിപ്പോൾ കത്ത് പോലും അയക്കണ്ട, നിങ്ങൾ നടപ്പാക്കിക്കോളാന്നാണല്ലോ അങ്ങോട്ട് പറയുന്നത്. കത്തും വാർത്തയും ഒക്കെ കാണുന്നുണ്ടാ CM? ഞാനത് മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇല്ല, പിന്മാറാൻ കത്ത് കൊടുത്തില്ല എന്നാണ് പറഞ്ഞത്. മറ്റൊന്നുകൂടി പറഞ്ഞു, പണം വാങ്ങിയെന്ന്. പണം വാങ്ങിയെന്നതും അസത്യമാണ്. MOU മരവിപ്പിച്ചാൽ പിന്നെ എങ്ങനെ പണം വാങ്ങും? കേന്ദ്രത്തിൽ നിന്നുള്ള SSK ഫണ്ടാണ് കേരളം വാങ്ങിയത്. SSK ഫണ്ട് ഇതിൽ ഒപ്പുവയ്ക്കാത്തത് കൊണ്ട് തടഞ്ഞു വെച്ച ഫണ്ടാണ്. അതെ, അതാണ് തന്നത്, അല്ലാതെ PMCയുടെ ഫണ്ടല്ല. അതല്ലേ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഒപ്പുവയ്ക്കാത്തത് കൊണ്ട് തടഞ്ഞു വെച്ച ഫണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പറഞ്ഞു. ഇനി വേറൊന്നു കൂടി കാണിക്കാം. ഇതുവരെ പേപ്പറും വിവരങ്ങളും അല്ല കണ്ടത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ആദ്യം എഗ്രി ചെയ്തെങ്കിലും പിന്നെ അതിൽ നിന്ന് പിന്മാറി, അതുകൊണ്ടാണ് SSK വിഹിതം അടക്കം തടഞ്ഞു വെച്ചത്. നിങ്ങൾ ഒപ്പിടുകയാണെങ്കിൽ അതെല്ലാം തരും. PMCയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായാൽ എല്ലാ ഫണ്ടും തരും എന്ന് MOU മരവിപ്പിച്ചതിന് ശേഷമുള്ള ഒരു ചോദ്യോത്തരം ധർമ്മേന്ദ്ര പ്രധാൻ കഴിഞ്ഞ ലോക്സഭയിൽ നൽകിയ മറുപടി കേട്ടോ. We are ready to release all the money subject to the conditions of implementation of national education policy, which they agreed to implement. I again, through this August House, again through you, my dear friend Britas, appeal to your government. What is the compulsion? And you may have some internal conflict between your alliance. It may be your own issue. കേട്ടില്ലേ? അവസാനം പറഞ്ഞ ശ്രദ്ധിച്ചില്ലേ? We are ready to release all the money subject to the conditions of implementation of national education policy, which they agreed to implement. CM കേട്ടായിരുന്നോ? ഇനി വേറെ വല്ല വിഷയം നിങ്ങൾ ഉണ്ട്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ MOU മരവിപ്പിക്കാനുള്ള കത്ത് കൈപ്പറ്റിയെന്ന് CM അവാസ്തവമായി പറഞ്ഞ പണം PMCയുടേതല്ല, SSKയുടേതാണ് എന്ന വസ്തുത. സംസ്ഥാനം പിന്മാറിയ കാര്യം വ്യക്തമാക്കിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകൾ. അപ്പോൾ PMC എറിയുന്നത് അറബിക്കടലിലോ സെക്രട്ടേറിയറ്റിലോ? ചോദിച്ചവരെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കല്ലേ. അത് പത്രസമ്മേളനം നടത്തിപ്പിന്റെ ഒരു ഇതാണ്. നിങ്ങളൊരു 2-3 പേര് വന്നിട്ട് വെയിറ്റ് ഞാൻ സംസാരിക്കാം. അങ്ങ് സംസാരിക്കാൻ പാടില്ല. ഞാൻ സംസാരിക്കുമ്പോൾ അങ്ങ് സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടോണ്ടിരിക്കും. ഞാൻ സംസാരിക്കുന്ന ഇടയിൽ പാടില്ല. അപ്പൊ ഇത്രയും കാലം പിണറായിന്റെ പത്രസമ്മേളനത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇപ്പം സ്വന്തം കാര്യത്തിൽ ഇങ്ങനെ കുഴപ്പത്തിലാവുമ്പോൾ ഇതെന്താ മൂപ്പര് ഇങ്ങനെ? നിങ്ങളൊരു 3 പേര് വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ച് മനഃപൂർവ്വം നിരന്തരമായി ഒരേ ചോദ്യങ്ങൾ ചോദിച്ച് മറ്റുള്ള മാധ്യമപ്രവർത്തകർക്ക് അവസരം തരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് മറ്റേ സിൻഡിക്കേറ്റുകാരായിരിക്കും കേട്ടാ. VD വിരുദ്ധ സിൻഡിക്കേറ്റ് രൂപീകരിച്ചിട്ടുണ്ടാവും തലസ്ഥാനത്തെ പത്രക്കാരൊക്കെ കൂടിയിട്ട്. പണ്ട് നിങ്ങൾ ഇഷ്ടമുള്ള ചോദ്യങ്ങളാണ് ഈ പത്രസമ്മേളനത്തിൽ ചോദിച്ചിരുന്നത്. അതായത് ഇവിടെ ഇരിക്കുന്ന ആൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ. ആ ജോലി ചെയ്തിരുന്ന ആളുകൾ നിങ്ങൾ വന്ന് 3 പേര് നിരന്തരമായി കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം വന്നു. എന്നാലും മോശമായി പോയിട്ടാ. VDയോട് ഇത് വേണോ? ഏതൊക്കെ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നാന്ന് ഞാൻ പറയുന്നില്ല. നിരന്തരമായി ഈ പത്രസമ്മേളനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒരു ശരിയായ രീതിയല്ല. ഇനി വേറെ ആരെങ്കിലും ചോദിക്കട്ടെ? വേറെ ആരാ? ഇവരൊക്കെ ഇവിടെ എത്ര പ്രാവശ്യം ചോദിക്കുന്നു? അവരും ചോദിക്കുന്നത് അതന്നെ. ഇത് തന്നെ വീണ്ടും ചോദിക്കല്ലേ? അത് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ അറബിക്കടലിൽ എറിയുന്ന കാര്യം അല്ല, ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞല്ലോ. കംപ്ലീറ്റ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. വീണ്ടും നിങ്ങൾ എല്ലാവരും അതേ ചോദ്യം ചോദിച്ചു. ഞാൻ കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷെ കടലിലെ മീനൊക്കെ കാത്തിരിക്കട്ടാ. നിങ്ങൾ PMC എറിയുന്നതും കാത്ത്. ശരിയപ്പോ ഒന്നുമില്ല. അവസാനത്തെ ചോദ്യത്തിന് വരെ മറുപടി പറയണ്ട. ഇനിയിപ്പോ CM പോയിട്ട് മറുപടി പറഞ്ഞിട്ടില്ല എന്ന് പറയണ്ട. ഇത് 9 ചോദ്യം ചോദിച്ചാൽ അങ്ങനെ പറയണ. കടലിലൊന്നും ചവിട്ടാണ്ട് പോണേ CM. CMന് നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം.